കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ DGM അലക്സ് മാത്യുവിനെതിരെ വിശദമായ അന്വേഷണത്തിന് വിജിലൻസ്. അലക്സിന്റെ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ചും പരിശോധനയുണ്ടാകും. ഇന്നലെ രാത്രി കടക്കലിലെ ഗ്യാസ് ഏജൻസി ഉടമ മനോജിൽ നിന്ന് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് അലക്സ് മാത്യു പിടിയിലായത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, ഈ ഇത്തരം വിവരങ്ങളൊക്കെ വല്ലാതെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഇത്തരം ഉയർന്ന പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നി. മനോജ് പറഞ്ഞു മറ്റു പലർക്കും ഇത് ഇങ്ങനെ പരാതിപ്പെടണമെന്നുണ്ട്, പക്ഷേ ഭയം കൊണ്ടാണ് പരാതിപ്പെടാത്തത് എന്നും പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ പറയൂ. സ്മിത, ഈ മനോജ് എന്ന് പറയുന്ന ഏജൻസി ഉടമ IOCക്ക് കീഴിൽ നിരവധി ഏജൻസികളുള്ള, അല്ലെങ്കിൽ മനോജിൻ്റെ പേരിൽ തന്നെ നിരവധി ഏജൻസികളുള്ള ഒരാളാണ്. മനോജിനെ ഇങ്ങനെ ഒരു പൈസ വാങ്ങുന്നതിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൈക്കൂലിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥൻ സമ്മർദ്ദപ്പെടുത്തിയത് ചില്ലറയൊന്നുമല്ല. അതായത് മനോജിൻ്റെ ഏജൻസികളിൽ നിന്ന് ആളുകളെ മറ്റ് ഏജൻസികളിലേക്ക് മാറ്റുന്നു. അത് ഇനിയും 20,000-ഓളം ആളുകളെ മാറ്റും എന്നുള്ളൊരു കാര്യമാണ് ഈ ഉദ്യോഗസ്ഥൻ മനോജിനെ അറിയിക്കുന്നത്. പിന്നീടാണ് അത് മാറ്റാതിരിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ കൈക്കൂലിയായി നൽകണം എന്നാവശ്യപ്പെടുന്നത്. ഇതിൽ 2 ലക്ഷം രൂപ വാങ്ങാൻ എത്തിയപ്പോഴാണ് ഇന്നലെ മനോജിൻ്റെ തന്നെ പരാതിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്, കസ്റ്റഡി എടുക്കുന്നത്. നിലവിലിപ്പോൾ കസ്റ്റഡിയിൽ തന്നെയാണ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ഉദ്യോഗസ്ഥൻ്റെ ബാങ്ക് ഇടപാടുകളടക്കമുള്ള പണത്തിൻ്റെ ഇടപാടുകൾ പൂർണ്ണമായും പരിശോധനയ്ക്ക് വിധേയമാവുകയാണ്. ഇന്നലെ പിടികൂടുമ്പോൾ 2 ലക്ഷത്തിന് പുറമെ 1 ലക്ഷം രൂപ കൂടി ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ഇതിൻ്റെ സ്രോതസ്സ് കണ്ടെത്തുകയാണ് നിലവിലത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് മറ്റൊരാളിൽ നിന്ന് കൈക്കൂലിയെ വാങ്ങിയതാണ് എന്നുള്ള ഒരു മൊഴി പ്രധാനമായിട്ട് ഇവർക്ക് മുന്നിൽ ഉണ്ട്. അത് മറ്റൊരാൾ നൽകിയതാണ്. അതിന് പുറമെ ഇയാൾ നൽകുന്ന മൊഴി, ഉദ്യോഗസ്ഥൻ നൽകുന്ന മൊഴി അത് ബാങ്കിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളതാണ്. എന്തായാലും അത് നിലവിൽ വിജിലൻസ് അത്ര വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. ഒപ്പം ഇന്നലെ തന്നെ ഇയാളെ പിടികൂടിയതിനൊപ്പം തന്നെ എറണാകുളത്തെ കടവന്ത്രയിലുള്ള ഇയാളുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്ന് ചില രേഖകൾ കൂടി വിജിലൻസ് ഇന്നലെ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർ പരിശോധനകളും ഇന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ആരിൽ നിന്നൊക്കെ കൈക്കൂലി വാങ്ങി, ഇതിനു മുമ്പ് മറ്റ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും നിലവിൽ വിജിലൻസിൻ്റെ പരിശോധനയിലാണ്. പോലീസും ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സ്മിത, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.